സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 35 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നോക്കിയേ, നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സഹോദരനോട്, മറ്റു മനുഷ്യരോട്, നമ്മുടെ സഹവിശ്വാസികളോട് നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുകയും ചെയ്യും. പിന്നീട് ഒരവസ്ഥയിൽ അത് തന്നെ എടുത്തിട്ട് സംസാരിക്കുന്ന ഒരനുഭവമുണ്ടെങ്കിൽ നാം ഹൃദയത്തിൽ അവയെ സൂക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ആ വിഷയങ്ങളെ എടുത്തു മാറ്റി കളയുക എന്നതാണ് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറയുന്നത്. നോക്കിക്ക്, നാം ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പം ദൈവം നമ്മളോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ദൈവത്തോട് നമുക്ക് ശക്തി പ്രാപിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാം. ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ആ ക്രൂശിൽ തൂക്കിയതായ മനുഷ്യരോട് ക്ഷമിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് നമുക്കും ക്ഷമിക്കുവാനുള്ള ശക്തി പ്രാപിക്കാം. ദൈവം തമ്പുരാനതിനു വേണ്ടി നമ്മളെ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. ആമേൻ.